പ്രിയ സൗഹൃദങ്ങളെ, മത്സ്യകന്യക ഓർമ്മയായി, നമ്മുടെ ശില്പചാരുത ഓർമ്മയായി. നഗരത്തിൻ്റെ അടയാളങ്ങളിലൊന്നായ ശില്പം പൊളിച്ചു നീക്കിയത് രാത്രിയുടെ മറവിൽ. നഗരത്തിനഴകായി ശില്പചാരുതയുടെ 3.5 ദശാബ്ദത്തിലേറെ വാടക്കനാൽ തീരത്ത് സ്ഥിതി ചെയ്ത നമ്മുടെ മത്സ്യകന്യകയുടെ ശില്പം രാത്രിയുടെ മറവിൽ അതീവ രഹസ്യമായി നശിപ്പിച്ചു. ജില്ലാ കോടതി പാലം പുനർനിർമ്മാണ ജോലികൾക്ക് ശില്പം തടസ്സമാണെന്ന് കിഫ്ബിയും കരാർ കമ്പനിയും ചൂണ്ടിക്കാണിച്ചതിനെ തുടർന്നാണ് ജില്ലാ ഭരണകൂടത്തിന്റെ അനുമതിയോടെ 50 ടൺ ഭാരമുള്ള ശില്പം തകർത്തത്. കഴിഞ്ഞ ദിവസം പുലർച്ചെ നാട്ടുകാരുടെ സാന്നിധ്യം ഇല്ലെന്നുറപ്പുവരുത്തിയായിരുന്നു ബുൾഡോസർ ഉപയോഗിച്ച് ശില്പം തകർത്തത്. ശില്പം തകർക്കുന്നതിന് വേണ്ടി YMC മുതൽ പോലീസ് ഔട്ട് പോസ്റ്റ് വരെ വാഹന ഗതാഗതം പൂർണ്ണമായി നിരോധിക്കുകയും ചെയ്തിരുന്നു. 1992 ആലപ്പുഴ വികസന അതോറിറ്റി മുൻകൈയെടുത്ത് കണിയാപുരം വിജയകുമാർ എന്ന പ്രശസ്ത ശില്പി കൊണ്ടായിരുന്നു മത്സ്യകന്യകയുടെ നിർമ്മാണം പൂർത്തിയാക്കിയത്. മെഗാ ടൂറിസം പദ്ധതിയുടെ ഭാഗമായി നഗരത്തിലെ കനാൽ തീരങ്ങളിൽ സ്ഥാപിച്ച 11 ശില്പങ്ങളിൽ പ്രധാനപ്പെട്ടതായിരുന്നു ഇത്. നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മത്സ്യകന്യക ശില്പം നശിപ്പിക്കേണ്ടി വരുമെന്ന ഘട്ടമായപ്പോൾ നഗരവാസികളും കലാകാരന്മാരും ശില്പികളുമെല്ലാം പ്രതിഷേധമുയർത്തിയിരുന്നു. ശില്പം പൊട്ടാതെ മറ്റൊരിടത്തേക്ക് മാറ്റാൻ കൊട്ടേഷൻ ക്ഷണിച്ചെങ്കിലും കരാറുകാർക്ക് ഭീമമായ തുക നൽകി പരീക്ഷണം നടത്താൻ കിഫ്ബി ഉദ്യോഗസ്ഥർ മടിച്ചു. ഖലാസികളെ കൊണ്ടുവന്ന് പൊക്കിമാറ്റാൻ ശ്രമിച്ചെങ്കിലും അതും വിജയിച്ചില്ല. സ്റ്റീലിൻ്റെ കൂടുണ്ടാക്കി ശില്പത്തെ അതിനുള്ളിലാക്കി പൊക്കിമാറ്റാനും ആലോചിച്ചിരുന്നു. 50 ടൺ ഭാരമുള്ള ശില്പം പൊക്കാൻ 150 മുതൽ 200 ടൺ ഭാരമുള്ള ക്രെയിൻ വേണമായിരുന്നു. ഇതിനെല്ലാം വൻ തുക ചെലവ് ചെയ്താലും കേടുപാടുകൾ സംഭവിക്കാതെ ഇളക്കി മാറ്റാൻ സാധിക്കില്ലെന്ന് അറിയാമായിരുന്നു. ശില്പം നീക്കം ചെയ്യുമ്പോൾ പുതിയൊരു ശില്പം നിർമ്മിച്ച് അനുയോജ്യമായ സ്ഥലത്ത് സ്ഥാപിക്കാൻ PP ചിത്തരഞ്ജൻ MLAയും കളക്ടറും കിഫ്ബിയും അധികൃതരും നേരത്തെ യോഗം ചേർന്ന് തീരുമാനമെടുത്തിരുന്നു. എന്നാൽ ഇപ്പോൾ അതേക്കുറിച്ചുള്ള അനക്കങ്ങളൊന്നും ഇല്ലെന്ന് വേണം പറയാൻ. ഏതായാലും ആലപ്പുഴയ്ക്ക് അതിൻ്റെ ഒരു ചാരുത നഷ്ടമായി. ഡോക്ടർ TM തോമസ് ഐസക്കും G സുധാകരനും മന്ത്രിമാരായിരുന്ന സമയത്താണ് പാലവും ആലപ്പുഴ മൊബിലിറ്റി ഹബ്ബും ചേർന്ന പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത്. പിന്നീട് 2024 ഓഗസ്റ്റ് 31 പാലത്തിൻ്റെ നിർമ്മാണോദ്ഘാടനവും നടത്തി. 2026 ഓഗസ്റ്റ് 30 പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കണമെന്നായിരുന്നു കരാർ വ്യവസ്ഥ. അവശേഷിക്കുന്ന 75% പ്രവൃത്തികൾ 9 മാസം കൊണ്ട് തീർക്കാൻ കഴിയാതെ വരുമെന്ന് കിഫ്ബി ഉദ്യോഗസ്ഥർ റിപ്പോർട്ട് ചെയ്തു. ഈ സാഹചര്യത്തിലാണ് വളരെ വേഗം മത്സ്യകന്യക ഇടിച്ചു തകർത്തത്. ബലമുള്ള അടിത്തറയിൽ നിന്നും പണിതുയർത്തിയ ശില്പം 5 മണിക്കൂറിലേറെ കഠിനാധ്വാനം ചെയ്താണ് തകർത്തത്. അടിത്തറയുടെ ഭാഗം നീക്കം ചെയ്യേണ്ടതില്ലാത്തതിനാൽ അവിടെ തന്നെ നിലനിർത്തിയിട്ടുമുണ്ട്.